നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടും. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്വയം പൊരുത്തത് ശരിയല്ല, ശരി സംബന്ധിച്ചു. പക്ഷേ ഞാൻ പറയാതെ എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങളുടെ ചാനൽ ഒരു 2 മാസത്തേക്ക് പരീക്ഷണത്തിന് വേണ്ടി ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എന്തായാലും 300 രൂപയ്ക്ക് നമുക്ക് റീചാർജ് ചെയ്യണം ഓരോ മാസവും. അപ്പോൾ യൂട്യൂബ് ഒരു സബ്സ്ക്രിപ്ഷൻ കൂടി കിടന്നെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സൗഭാഗ്യം കിട്ടുമെന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോകളിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അതൊന്ന് പരീക്ഷ നോക്കുക. സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ പൊതുവെ അറിയാമല്ലോ, അതായത് ഭാഗ്യം വരുന്ന ടിപ്സ്, അതാണ് ഭാഗ്യം ചാനലിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ടിപ്പുകളാണ് പൊതുവെ പറയുന്നത്. ഇന്നിപ്പോൾ ശ്രീ സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് എന്നും ഒരു അത്ഭുത സംഭവമായിരുന്നു സുരേഷ് ഗോപി ചേട്ടൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് ആദ്യം സുരേഷ് ഗോപി ചേട്ടൻ പോട്ടെ, സുരേഷ് ഗോപി എന്ന് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, സുരേഷ് ഗോപിയെ ആദ്യ കാലഘട്ടത്തിലെ സിനിമകളിൽ കാണുമ്പോൾ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇറിറ്റേഷനാണെന്ന് തോന്നുന്നു. ഭയങ്കര കാരണം അറിയാത്ത വെറുപ്പ് ആയിരുന്നു. 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിലെ സിനിമകളിൽ എനിക്കെന്തോ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു ഇദ്ദേഹത്തെ കാണുമ്പോൾ. എന്തോ കാര്യമെന്നറിയാം, ഒരു കാര്യമില്ല. നിയതമായ, വ്യതിരിക്തമായ, കോൺക്രീറ്റായ, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാരണവും എനിക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ ആ കാലഘട്ടത്തിൽ. അതായത് ഈ ആദ്യ കാലഘട്ടത്തിൽ ഏകദേശം ഈ പറഞ്ഞ ഈ വീഡിയോ കാസറ്റുകൾ ഇറങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഞങ്ങൾ വീട്ടിൽ മിക്കവാറും 2-3 സിനിമ ഓരോ ദിവസവും വീഡിയോ പാർലറിൽ നിന്ന് എടുക്കും. കൊണ്ടുവരുന്ന പാർട്ടികളും ഉണ്ടായിരുന്നു. ഓക്കെ, വീട്ടിൽ സപ്ലൈ ചെയ്യുന്ന ആ കാസറ്റുകളൊക്കെ കാണുമ്പോഴല്ല, ഇതിനകത്ത് സുരേഷ് ഗോപി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ എഴുന്നേറ്റങ്ങ് പോകും. എന്തോ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതേസമയം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വികാരമായിരുന്നു ശ്രീ സുരേഷ് ഗോപിയോട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കടുത്ത ആരാധന എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ആരാധനയല്ല, ശരിക്കും ഭ്രാന്തമായ ഒരു ആരാധനയായിരുന്നു ശ്രീ സുരേഷ് ഗോപിയോട് 2ാമത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ റോളുകളിൽ, ഈ വില്ലൻ റോളുകളിലൊക്കെ ഇത് അഭിനയിക്കുമായിരുന്നു. അപ്പോഴൊക്കെ കണ്ണെടുത്ത് എനിക്ക് കണ്ടുകൂടാ. അതേസമയം ആനവാൽ മോതിരം ഞാൻ തിയേറ്ററിൽ കണ്ടു. അപ്പോൾ എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നി. ആ പണ്ടത്തെ ആ ഇറിറ്റേഷൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, ഒരു ചെറിയ ഇഷ്ടം തോന്നിത്തുടങ്ങി. പിന്നെ ഒരു സിനിമ, മനു അങ്കിൾ, അതിനകത്ത് ചെറിയ റോളിൽ ഒരു കോമഡി റോളാണ് ഇദ്ദേഹം ചെയ്തത്. ഓക്കെ, അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ തലസ്ഥാനം, ഏകലവ്യൻ, ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആരാധന അങ്ങോട്ട് തുടങ്ങി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വന്നു. അത് 2 ഞാൻ തിയേറ്ററിലല്ല കണ്ടത്, ഇതിനകത്ത് എന്താ പറയുക, ചെറിയ നമ്മുടെ വീഡിയോയിലാണ് കണ്ടത്.
അത് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് ആരാധന അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. പിന്നെ എല്ലാ എന്താ പറയുക എല്ലാ തല്ലിപ്പൊളി സിനിമകളാണ്. അതിൻ്റെ കഥയും തിരക്കഥയൊന്നുമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത്. സുരേഷ് ഗോപിയെ കാണണം, അതാണ് മെയിൻ അട്രാക്ഷൻ. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. പണ്ട് ഇങ്ങനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഇറിറ്റേഷൻ ആയിരുന്നുള്ളതൊക്കെ മറന്നുപോയി. അത് ഓർക്കാൻ സമയം കിട്ടുന്നില്ല. ഇദ്ദേഹം സ്ക്രീനിൽ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് വരുമ്പോൾ എന്തോ നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ആകെ പ്രശ്നമാണ്. ഭ്രാന്തമായ അഭിനിവേശം, ഭ്രാന്തമായ ആരാധന. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യാദവം, മാഫിയ, ഇതെല്ലാം ഇടിപ്പടങ്ങളാണ്, ഒന്നുമില്ലാത്ത സംഭവം. ഇതാണ് ആരാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലായി. പിന്നെ കമ്മീഷണർ, ഇത് എല്ലാം. അതായത് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ഇഷ്ടമാണ്, ദിലീപിനെ ഇഷ്ടമാണ്, നിവിൻ പോളിയെ ഇഷ്ടമാണ്, കുഞ്ചാക്കോ ബോബനെ ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്, ഒരാളോടും വെറുപ്പില്ല. പക്ഷേ ഇദ്ദേഹത്തോട് എനിക്ക് പണ്ടുണ്ടായിരുന്ന ആ ഇറിറ്റേഷൻ ഡയറക്റ്റ് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുകയാണ്. എല്ലാ പടങ്ങളും, അതായത് എൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടമാണ്. ഏറ്റവും വലിയ തമാശ. അതായത് എനിക്കും ഭാര്യയ്ക്കും മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ ഇഷ്ടമാണ്, എല്ലാവരുടെയും പടം കാണും. പക്ഷേ സുരേഷ് ഗോപിയുടെ പടം ഒരെണ്ണവും മിസ് ചെയ്യത്തില്ല. ആദ്യത്തെ ആഴ്ച ചെന്ന് കണ്ടിരിക്കുക നമ്മൾ. അത് പടത്തിൻ്റെ സിനിമയുടെ ഒരു ക്വാളിറ്റിയൊന്നും അല്ല നമ്മൾ നോക്കുന്നത്, സുരേഷ് ഗോപിയെ കാണണം. അങ്ങനെ ഈ സുരേഷ് ഗോപിയെ അതിപ്പോഴും തുടരുന്നു. ഓക്കെ, ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി, മന്ത്രിയൊക്കെ ആയി. ശരി, സംഭവം എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം? ഞാനത് ആലോചിച്ച് കണ്ടുപിടിച്ചതാണ്. അതായത് എനിക്ക് ഈ ജ്യോതിഷമൊക്കെ അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ കണ്ടുപിടിച്ച് ജാതകം നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. അതായത് ഇദ്ദേഹത്തിന് ശനിദശ ആയിരുന്നപ്പോഴാണ് എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നത്. ബുധദശയായപ്പോൾ ഡയറക്റ്റ് ഓപ്പോസിറ്റായി. ഓക്കെ, അതായത് ആ സ്റ്റാറിൻ്റെ പവറാണ് സംഭവം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് കാരണമില്ലാതെ ഒരു വെറുപ്പും ഇറിറ്റേഷനും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിൻ്റെ സ്റ്റാർ പവർ തന്നെയാണ് കാണിക്കുന്നത്. നിരവധി അതിശക്തങ്ങളായ യോഗങ്ങളുള്ള വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒന്നും പിടിച്ചു വലിക്കണ്ട. പക്ഷേ ആ സ്റ്റാറിൻ്റെ പവർ നമ്മളെ അദ്ദേഹത്തോട് ചേർത്തടിപ്പിക്കുക. ആ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആ മഹാത്മ്യം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ചിലർക്ക് ഇറിറ്റേഷനായിട്ടാണ് ആദ്യം തോന്നുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ടു എവറി ആക്ഷൻ ദർ വിൽ ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൻ്റെ ചലന നിയമം മാത്രമല്ല, പ്രപഞ്ച നിയമമാണ്. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ടാവും, ഒരു സംശയവും വേണ്ട. ഓക്കെ, ഒരു വേനലുണ്ടെങ്കിൽ ഒരു വസന്തകാലം വരിക തന്നെ ചെയ്യും. ഓക്കെ, അത് തടയാൻ നോക്കത്തില്ല നമുക്ക്. ഏതാണ്ട് അതുപോലെയാണ് സംഭവം ശ്രീ സുരേഷ് ഗോപിയായിട്ട് എൻ്റെ ഒരു കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. ഒരു വ്യക്തിയെ നമുക്ക് കാരണമില്ലാതെ വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ നമുക്ക് അട്രാക്ഷനും വരും. അതൊരു പ്രത്യേക കാലഘട്ടമാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ സമ്പൂർണമായും പരാജയപ്പെട്ട് അങ്ങ് കടലിനടിത്തട്ടിലോട്ട് പോയാൽ ഒരു സംശയം വേണ്ട, എത്രത്തോളം നിങ്ങൾ താഴ്ന്നോ അത്രത്തോളം നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ഓക്കെ.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഈ ഒരു കാര്യം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നോക്കുക. നിങ്ങൾ അപൂർവമായ രീതിയിൽ, അസാധാരണമായ രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ താഴ്ച ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. നിങ്ങൾ എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം തന്നെ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞു, ഒരു നിർഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഒരു ഭാഗ്യം വരിക തന്നെ ചെയ്യും. പ്രപഞ്ച നിയമമാണത്. ഒരാൾ നമ്മൾ വേർപെട്ടു പോകുന്നു, മരിച്ചു പോകുന്നു ഒരാൾ, കടുത്ത ദുഃഖം നമുക്ക് തോന്നുന്നു. ഓക്കെ, ജീവിതം തന്നെ അർത്ഥശൂന്യമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഇന്നെന്തായാലും 11 മിനിറ്റായി. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നാളെയും എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഞാൻ മലയാളികളോട് കടം ചോദിക്കുന്നു. ഓക്കെ, പിന്നെ പുതിയ പ്രേക്ഷകർ ദയവേത് എൻ്റെ പഴയ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. കാരണം അതിനകത്തെല്ലാം തന്നെ ഭാഗ്യം വർദ്ധിക്കാനുള്ള പലതരത്തിലുള്ള ടിപ്പുകൾ ഉണ്ട്. അതുമാത്രമാണ് ഞങ്ങളുടെ ചാനലിൽ നിന്ന് വരുന്നത്. എനിവേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകളും അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.